ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പം ഞാനേ ഷോറൂമിൽ വന്നേക്കാ. ഈ ഷോറൂമിൽ പിന്നെ ഒരു കാറ് വിൽക്കണ്ട്. അത് പക്ഷേ സാധാരണ ഒരു കാറല്ല, അതൊരു റെയർ കാറാ. അത് പക്ഷേ ബുഗാട്ടിയുടെ കാറാ. ആ കാർ ഇതുവരെയ്ക്കും ഒരാളുടെ കയ്യിലും ഇല്ല. അതിപ്പോ ഈ കാണുന്ന ഷോറൂമിൽ വന്നേക്കാ. അത് പിന്നെ ബുഗാട്ടിയുടെ ഏതാ മോഡലൊന്നും എനിക്കറിയില്ല. ആ കാറ് പക്ഷേ ഭയങ്കര റെയറാ, എനിക്കത് മാത്രമേ അറിയുള്ളൂ. ഒരു മിനിറ്റ്, ഞാനേ സ്നൈപ്പറിന്റെ സ്കോപ്പ് വെച്ച് കാണിച്ചു തരാം. ആ കാറ് ഇതേ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. ഞാനപ്പോൾ ആദ്യം വിചാരിച്ചതേ ആ കാറ് അടിച്ചു മാറ്റിയാലോ ഒന്ന്. പക്ഷെ ഇനിയിപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ ഷോറൂമിലെ സെക്യൂരിറ്റി ആയിട്ട് പോലീസുകാരല്ല, ആർമിക്കാരാണ് വെച്ചേക്കണത്. നിങ്ങൾക്ക് പടം മുമ്പിൽ കാണാൻ പറ്റും. അവിടെ ആർമിയുടെ ജീപ്പ് ഉണ്ട്. ഇത് പിന്നെ ആർമിയുടെ സ്കോർപ്പിയോയാ. ആർമിക്കാരാണ് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണേ. അതുകൊണ്ട് അടിച്ചു മാറ്റണത് നടക്കില്ല. ഈ ആർമിക്കാർ പിന്നെ നിങ്ങൾ വിചാരിക്കണ പോലല്ല, അവര് ഭയങ്കര സ്മാർട്ടാ. അവർക്ക് മനസ്സിലാവും ഞാൻ വണ്ടി അടിച്ചു മാറ്റാനാ പോണേന്ന്. അവരെ സ്പോട്ടിൽ തന്നെ എന്നെ പിടിക്കും. പിടിച്ചു കഴിഞ്ഞ പണിപ്പാളേ. പിന്നെ ചിലപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവുള്ളൂ. അവർ മിക്കവരും എന്നെ വെടിവെച്ച് കൊല്ലും. അതുകൊണ്ട് അടിച്ചു മാറ്റണത് നടക്കില്ല. ഞാനിപ്പോൾ ആലോചിക്കണതേ ആ കാറല്ലേ അത് പർച്ചേസ് ചെയ്താലോന്ന്, പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്താലോന്ന്. നിങ്ങളപ്പോൾ വിചാരിക്കും എൻ്റെ കയ്യിൽ എവിടെ നിന്നാ കാശുള്ളതെന്ന്. ആ കാറ് പിന്നെ റെയറാണ്, കുറേ പൈസ ചിലവാവും. ഞാനിപ്പോൾ ആലോചിക്കണത് വല്ല ബാങ്ക് റോബറി ചെയ്താലോന്ന്. ബാങ്ക് റോബറി ചെയ്താൽ നമുക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടും. നമുക്ക് അതേപോലെ ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ സിറ്റിയിലെ ബാങ്കൊന്നും ഇല്ല. നമ്മുടെ സിറ്റിയിൽ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ മുന്നേ റോബറി ചെയ്തു. ഇപ്പോൾ ബാങ്കിൽ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ബാങ്ക് റോബറി ചെയ്യണമെങ്കിലേ നമുക്ക് വേറെ സിറ്റിയിൽ പോകേണ്ടി വരും. എന്നിട്ട് അവിടുത്തെ ബാങ്ക് വേണം റോബറി ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അതന്നെ നടക്കുള്ളൂ. നമുക്കപ്പോൾ വേറെ സിറ്റിയിൽ പോവാം. ഞാൻ പിന്നെ ബൈക്ക് എടുത്ത് പോണില്ല. ബൈക്ക് എടുത്ത് പോവാണെങ്കിലേ കുറെ ടൈം എടുക്കും. നമുക്കപ്പോൾ ട്രെയിനിൽ കയറി പോവാം. ട്രെയിനിൽ പോയാൽ പെട്ടെന്ന് എത്തേ. ഓക്കെ, ഇവിടെ എങ്ങനെ ട്രെയിനൊക്കെ വന്നേക്കാ. അല്ല, ഇതെന്തത്? ഇത് ഗുഡ്സ് ട്രെയിൻ ആണല്ലോ. ഇതിൽ കയറി പോവാൻ പറ്റില്ല. നമുക്ക് അടുത്ത ട്രെയിന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 2 hours later. ഓക്കെ, ഇവിടെ ഞാനേ വേറെ സിറ്റിയിൽ വന്നേക്കാ. ഇത് പിന്നെ ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റിയാണ്. നമുക്കിനി ഇവിടത്തെ ബാങ്ക് റോബർ ചെയ്യാം. ഇവിടത്തെ ബാങ്കിൽ ക്യാഷ് ഒക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണു. ഞാൻ പിന്നെ ഈ കാണുന്ന ട്രെയിനിലാണ് കയറി വന്നേ, അതും AC കോച്ചിൽ. ടിക്കറ്റ് ഒന്നും ഇല്ലാണ്ട് AC കോച്ചിൽ കയറി വന്നു. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഇതൊരു KTM RCയാ. ഇത് പിന്നെ ആരുടെ ബൈക്കാണാവോ? നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബൈക്ക് അങ്ങ് എടുത്തോണ്ട് പോവാം. എന്നിട്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോവാം. എന്നിട്ട് ആ ബാങ്ക് അങ്ങ് റോബർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യൻ കാർ ബൈക്ക് ഡ്രൈവിംഗ് 3D സിറ്റി. ഇനിയിപ്പോൾ നമുക്ക് ബാങ്ക് എവിടെയാണ് അന്വേഷിക്കണം. ഇത് പിന്നെ വലിയൊരു സിറ്റിയാ. എൻ്റെ സിറ്റിയേക്കാളും വലിപ്പമുണ്ട് കേട്ടാ. ഇവിടെ ഇഷ്ടം പോലെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് എവിടെയാണാവോ? ബാങ്ക് കണ്ടുപിടിക്കണം. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് ബാങ്ക്. ബാങ്ക് ഇവിടെ അടുത്ത് തന്നെയായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഈ കാണുന്ന ബാങ്ക് അങ്ങ് റോബറി ചെയ്യാം. ഇവിടെ പിന്നെ ബാങ്കിലെ ഇഷ്ടം പോലെ സെക്യൂരിറ്റി ഉണ്ട്. ഇവന്മാരെന്നെ കണ്ടുട്ടാ. ഇവന്മാരിപ്പോൾ എന്നെ വെടിയിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവന്മാരെ ഇങ്ങ് തീർത്തളയാം. ഒരാളിനും ബാക്കിക്കണ്ട. ചാവട അങ്ങോട്ട്, ചാവ്. ഇവർക്കറിയില്ല ഞാൻ ഇന്ത്യൻ ബാങ്ക് ഡ്രൈവിംഗ് 3D സിറ്റിയിലെ വലിയൊരു ഗ്യാങ്സ്റ്ററാന്ന്. ഈ സിറ്റിയിൽ ആരണോ ഗ്യാങ്സ്റ്റർ അതെനിക്കറിയില്ല. എന്തുട്ടായാലും ഇവന്മാരെ ഇങ്ങ് തീർത്തളയാം. ഇവിടെയും ഒരുത്തം നിൽക്കുന്നുണ്ട്, ചാവങ്ങോട്ട്. ഓക്കെ, നമ്മളങ്ങനെ എല്ലാത്തിനും തീർത്തളഞ്ഞു. ഇവിടെ പിന്നെ ബാങ്കിന്റെ ലോക്കർ ഉണ്ട്. ആ ലോക്കർ ഓപ്പൺ ആക്കാനേ നമുക്ക് താക്കോല് വേണം. 4 താക്കോല് വേണം, എന്നാലേ ആ ലോക്കർ ഓപ്പൺ ആവുള്ളൂ. നമുക്കപ്പോൾ ആ താക്കോലൊക്കെ തപ്പാം. ആ റൂമിൽ താക്കോലില്ല. ഈ താക്കോല് കണ്ടുപിടിക്കാനായിട്ട് കുറെ ടൈം എടുക്കും. ഈ റൂമിൽ താക്കോലുണ്ടാ? നമുക്ക് നോക്കി നോക്കാം. ഈ റൂമിലും താക്കോലില്ല.
നമുക്ക് എല്ലായിടത്തും കയറി നോക്കി നോക്കാം. ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. 20 minutes later. ഗൈസ്, എനിക്കിവിടെ താക്കോലൊക്കെ കിട്ടിയേക്കാ. ടോട്ടല് 4 താക്കോല് കിട്ടി. ആ താക്കോല് കണ്ടുപിടിക്കാനാ കുറെ ടൈം എടുത്തേ. ഇനിയിപ്പോൾ നമുക്ക് ഈ ലോക്കർ ഓപ്പൺ ആക്കാം. അതെങ്ങനെ ഓപ്പൺ ആക്കി? എൻ്റെ പൊന്നെ ഗൈസ്, ഇത് നോക്കിയേ, ഈ ബാങ്കില് നിറച്ച് ഗോൾഡാ. ഇത് കൊള്ളാണ്ടാ. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഈ ഗോൾഡ് അങ്ങ് അടിച്ചു മാറ്റാം. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരും. പോലീസുകാർ എന്തായാലും ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കില്ല, എല്ലാവർക്കും മനസ്സിലായിണ്ടേ. നമുക്കപ്പോൾ ഗോൾഡൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് സ്ഥലം വിടാം. ഗോൾഡ് മാത്രമല്ല, ഇവിടെ ക്യാഷും ഇരിക്കുന്നുണ്ട്. ആ ക്യാഷും കൂടി ഇവിടെ നിന്ന് എടുക്കാം. Meanwhile. ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാതും ലൂട്ട് ചെയ്തു. ഈ ബാഗിൽ ഇപ്പോൾ നിറച്ച് ഗോൾഡും ക്യാഷാ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. ഇവിടെയും കുറച്ച് സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പിന്നെ RPG ഉണ്ട്. നമുക്ക് ഇവന്മാരെ RPG വെച്ച് തീർക്കാം. എന്നാ പിടിച്ചോ, ചാവ് അങ്ങോട്ട്, ചാവ്. ഒരൊറ്റണത്തിനും വെറുതെ വിടണ്ട, എല്ലാത്തിനും തീർത്തളയാം. അവിടെ പിന്നെ പുറത്ത് പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇവന്മാരെയും കൂടി തീർത്തളയാം. ഈ പോലീസുകാരുടെ വിചാരേ എന്നെ സുഖമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ ഞാനൊരു സിറ്റിയിൽ വലിയ ഗ്യാങ്സ്റ്ററാന്ന്. കുറച്ച് കഴിഞ്ഞാൽ ഈ സിറ്റിയിലും ഞാൻ ഗ്യാങ്സ്റ്റർ ആവും. ഇവന്മാർക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മളെങ്ങനെ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ബൈക്ക് എടുത്ത് സ്ഥലം വിടാം. നമുക്ക് വന്ന വഴി തന്നെ തിരിച്ചു പോവാം. നമുക്ക് ട്രെയിനിൽ കയറി പോവാം, അതിനായിരിക്കും നല്ലത്. ബൈക്കിൽ പോവാണെങ്കിൽ കുറെ ടൈം എടുക്ക്. ഓക്കെ, നമ്മളെങ്ങനെ സ്റ്റേഷനിൽ എത്തിയേക്കാ. ഇവിടെ പിന്നെ വേറെ ഒരു ട്രെയിൻ ഉണ്ട്. ഇതൊരു പ്രീമിയം ട്രെയിനാന്ന് തോന്നുന്നുണ്ട്. അയ്യോ, നൈസായിട്ട് തലടിച്ച് വീണു. ആ ഭാഗ്യം, ഒന്നും പറ്റിയില്ല. ഇത് പിന്നെ ഒരു പ്രീമിയം ട്രെയിനാ. ഇതാ മറ്റേ രാജധാനിയാ. ഇതിൽ കയറി കഴിഞ്ഞാലേ നമ്മൾ പെട്ടെന്ന് എത്തും. നമുക്കപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിൽ കയറാം. ഞാൻ പിന്നെ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരമില്ല. നമുക്ക് വല്ല ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കാം, അതിനായിരിക്കും നല്ലത്. 1 hour later. ഓക്കെ, നമ്മളങ്ങനെ തിരിച്ച് സിറ്റിയിൽ വന്നേക്കാ. ഇപ്രാവശ്യം എൻ്റെ കയ്യിൽ ക്യാഷും ഗോൾഡൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ആ കാറ് പർച്ചേസ് ചെയ്യാം. ഇവിടെ ഇപ്പോഴും ആർമിക്കാരുണ്ട് കേട്ടാ. ആർമിക്കാരില്ലേ? ഇവിടെ ആർമിക്കാരുടെ വണ്ടി മാത്രമുള്ളൂ, ആർമിക്കാരെ കാണാനില്ല. ഇവരെപ്പോ എങ്ങോട്ടേക്കാണോ പോയേ? എന്തായാലും ആവട്ടെ. ഞാനിപ്പോൾ വണ്ടി അടിച്ചു മാറ്റാനല്ല വന്നേ, ഞാൻ വണ്ടി മേടിക്കാനാ വന്നേ. അല്ല, ഈ ഷോറൂമിൽ ആരില്ലേ? ഷോറൂമിൽ വേറെ വണ്ടിയൊന്നും കാണാനില്ല ഏട്ടാ. അല്ല, നിങ്ങൾ ആരാണ്? എന്താ അവിടെ? ശരി, ആ വണ്ടി അടിച്ചു മാറ്റാൻ വന്നതാണല്ലേ? അതെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനിപ്പോൾ ആർമിക്കാരെ വിളിക്കാൻ പോവാ. ഇന്ന് മിക്കാരും നിന്റെ കാര്യത്തിൽ തീരുമാനമാവും. ചേട്ടാ, എന്തായി പറയണേ? ഞാൻ വണ്ടി അടിച്ചു മാറ്റാനല്ല വന്നേ, ഞാൻ ആ വണ്ടി പർച്ചേസ് ചെയ്യാനാ വന്നേ. ഇതുണ്ടില്ലേ, എൻ്റെ പുറത്തൊരു ബാഗ് ഉണ്ട്. ഈ ബാഗിൽ നിറച്ച് ക്യാഷും ഗോൾഡാ. ഞാൻ ആ വണ്ടി മേടിക്കാൻ പോവാ. എനിക്കിപ്പോൾ അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. അയ്യോ, സോറി സാറേ, ഞാൻ വെറുതെ ഒന്ന് തെറ്റിദ്ധരിച്ചു. സാറിൻ്റെ കോലം കണ്ടപ്പോഴേ പെട്ടെന്ന് കളനാന്ന് വിചാരിച്ചു. സോറി സാറേ. സാറേ, ആ കാറ് ഭയങ്കര എക്സ്പെൻസീവാ. എത്ര എക്സ്പെൻസീവ് ആയാലും ഒരു കുഴപ്പമില്ല. എൻ്റെ കയ്യിലേ ഗോൾഡായിരിക്കണേ, അതുകൊണ്ട് കുഴപ്പമില്ല. തൽക്കാലം ആ കാറില്ലേ, അത് എനിക്ക് തന്നേക്ക്. ബാഗാവട്ടെ, എനിക്ക് സമയമില്ല. ഓക്കെ, നമ്മളങ്ങനെ ആ ഗോൾഡൊക്കെ കൊടുത്തു. നമ്മളങ്ങനെ ഈ കാണുന്ന കാറും പർച്ചേസ് ചെയ്തു. ഇനി മുതൽ ഈ ബുഗാട്ടിയുടെ കാറില്ലേ, അതെൻ്റെ സ്വന്താ. എന്തെങ്കിലും ആവട്ടെ. ഞാൻ പിന്നെ ആദ്യമായിട്ടാ ഇത്രയും എക്സ്പെൻസീവായ ഒരു കാറ് മേടിക്കണേ. മുന്നേ അടിച്ചു മാറ്റാറാണ് പതിവ്, ഇപ്രാവശ്യം പൈസ കൊടുത്ത് വാങ്ങി. ഈ വണ്ടി നമുക്ക് പതുക്കെ താഴേക്കിറക്കാം. സ്ക്രാച്ച് ഒന്നും വരാൻ പാടില്ല. ഒരു ചെറിയ സ്ക്രാച്ച് വന്നാൽ പിന്നെ പണിപ്പാളി. റിപ്പയർ ചെയ്യാനും കുറെ പൈസ ചിലവാവേ. ഒരു ലംബോർഗിനിയുടെ കാശ് വരും. ഓക്കെ, നമ്മളങ്ങനെ താഴേക്കിറക്കി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇത് പിന്നെ എൻ്റെ സ്വന്തം വണ്ടിയാ, അതുകൊണ്ട് സമാധാനമായിട്ട് ഓടിക്കാം. നേരെ മറിച്ച്
അടിച്ചു മാറ്റിയ വണ്ടിയാണെങ്കിൽ ഇത്രയും സമാധാനമായിട്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പം തന്നെ വിൽക്കേണ്ടി വന്നേനെ. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ആർമിയുടെ സ്കോർപ്പിയോ അതെങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ മറ്റേ ലിവർ ഒട്ടിക്കില്ലേ കാറിൻ്റെ, അങ്ങനെ ചെയ്യുക. ഗൂഗിളിൽ പോയി കഴിഞ്ഞാലേ ആർമിയുടെ ലിവർ കിട്ടും, അത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അത്രയുള്ള പരിപാടി ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ കൂടെ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.